ഹായ്, ഇന്ന് പുതിയൊരു തിരക്കഥയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ തിരക്കഥ കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ഡയറക്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഡിഫറൻ്റ് ആണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതേ രീതിയിൽ ഏകദേശം അതേ ഒരു അപ്രോച്ചിൽ പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് ഞാനിന്നിവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരക്കഥയിലേക്ക് പോകാം. ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രമാറ്റിക് മ്യൂസിക്കിനൊപ്പം നായകൾ കൂട്ടത്തോടെ കുരച്ചുകൊണ്ട് ഓടിയടുക്കുന്ന ശബ്ദം ദൂരെ നിന്നും അടുത്തേക്ക് വരുന്ന രീതിയിൽ ചാർജ് ചെയ്ത് വരുന്നു. എക്സ്റ്റീരിയർ ഔസേപ്പിൻ്റെ വീട് വെളുപ്പിന്. ഇതിൽ ഔസേപ്പ് എന്നാണ് ഇതിലെ സെൻട്രൽ കഥാപാത്രത്തിൻ്റെ പേര്. എൻ്റെ മനസ്സിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അവരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. 1 ബിജു മേനോൻ, 2 സുരാജ് വെഞ്ഞാറമൂട്, 3 വിനായകൻ. ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഔസേപ്പ് എന്നുള്ള ക്യാരക്ടറായിട്ട് ഇമാജിൻ ചെയ്യാം. കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ എക്സ്റ്റീരിയർ ഔസേപ്പിൻ്റെ വീട് വെളുപ്പിന്. നായകൾ കുരയ്ക്കുന്ന ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. വീടിന് മുറ്റത്ത് ഉറക്കച്ചടവോടെ ഔസേപ്പ് തല കുമ്പിട്ട് നിൽക്കുന്നു. മുന്നിൽ പേപ്പട്ടികളെപ്പോലെ തോന്നിക്കുന്ന കുറേ നായകൾ അയാൾക്ക് നേരെ നോക്കി കുരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അയാളെ കടിച്ചു പറിക്കാനുള്ള ദേഷ്യം അവറ്റകളുടെ മുഖത്ത് കാണാം. പക്ഷേ ഇതാദ്യമായിട്ടല്ലെന്ന മട്ടിലാണ് ഔസേപ്പിൻ്റെ തല കുമ്പിട്ടുള്ള ഇരിപ്പ്. എക്സ്റ്റീരിയർ ഔസേപ്പിൻ്റെ വീട് കുറച്ച് സമയത്തിന് ശേഷം. അന്തരീക്ഷം ശാന്തമാണ്. ഇപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഔസേപ്പ് മാത്രമേ ഉള്ളൂ. കുരച്ചുകൊണ്ടിരിക്കുന്ന നായകളുടെ കൂട്ടം അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഔസേപ്പ് മുൻപ് നിന്ന അതേ സ്ഥലത്ത് തന്നെ നിസ്സഹായതയോടെ തലയ്ക്ക് കൈ കൊടുത്ത് കുത്തിയിരിക്കുന്നു. അപ്പോൾ അയൽവാസിയായ ഷാജി ഔസേപ്പിൻ്റെ വീട്ടുമുറ്റത്തേക്ക് വരുന്നു. അയാൾ ഔസേപ്പിൻ്റെ ആ ഇരിപ്പ് നോക്കി നിന്നെങ്കിലും ഔസേപ്പ് അതേ ഇരിപ്പ് തുടരുകയാണ്. അപ്പോൾ ഷാജി, എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ? അതോ ഇന്ന് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി നാളേന്ന് ഡേറ്റ് പറഞ്ഞതാണോ? ഔസേപ്പ് മറുപടി ഒന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല അയാളെ ഒന്ന് നോക്കുന്നു പോലുമില്ല. അപ്പോൾ ഷാജി, വല്ല 10,000 10,000 വല്ല ആയിരുന്നെങ്കിൽ പിച്ചെടുത്താണെങ്കിലും തിരിച്ചു കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് കേട്ട് ഔസേപ്പ് എണീറ്റു. എന്നിട്ട് ഔസേപ്പ് മുഖത്തേക്ക് നോക്കാതെ, നാട്ടിൽ നേർച്ചക്കുറ്റിയും ഭണ്ഡാരമൊക്കെ ആയിട്ട് ഒരുപാടുണ്ടല്ലോ, ദൈവത്തിന് എന്തിനാ കാശ്? അത് പറഞ്ഞുകൊണ്ട് അയാൾ വീടിനകത്തേക്ക് കയറി പോകുന്നു. അത് കണ്ട് ഷാജി ഉറക്കെ പുച്ഛത്തോടെ, തൻ്റെ സങ്കടമൊന്നും നാട്ടുകാർക്ക് കേൾക്കണ്ട. ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുകി തീർത്ത സമയം കൊണ്ട് മേലനങ്ങി വല്ല പണിയും ചെയ്തിരുന്നെങ്കിൽ കടക്കാരുടെ എണ്ണം ഒന്നെങ്കിലും കുറയ്ക്കാമായിരുന്നു. അകത്ത് കയറിയ ഔസേപ്പ് അയാളെ നോക്കുക പോലും ചെയ്യാതെ വാതിലടയ്ക്കുന്നു. അപ്പോൾ ഷാജി, കാശ് വാങ്ങാൻ വരുമ്പോൾ കണ്ണീരും പ്രാരാബ്ദവും, തിരിച്ചു ചോദിക്കുമ്പോൾ പ്രാക്കും. സഹായിച്ചവർക്ക് ഇത് തന്നെ കിട്ടണം. അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഔസേപ്പിൻ്റെ വീട്. അതേസമയം വാതിലടച്ച ഔസേപ്പ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഭിത്തിയൊന്നും തേച്ചിട്ടില്ലാത്തൊരു പഴയ വീടാണിത്. അവിടെ 2 ഫോട്ടോ ആണിയടിച്ച് തൂക്കിയിട്ടുണ്ട്. അതിലൊന്ന് അയാളുടെ ഭാര്യ ത്രേസ്യയുടെ ഫോട്ടോയാണ്. ഔസേപ്പ് ഫോട്ടോയിലേക്ക് നോക്കി. ത്രേസ്യ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അയാളെ നോക്കുന്നത്. ഔസേപ്പും ത്രേസ്യയെ നോക്കി ചിരിച്ചു. എന്നിട്ട് ഔസേപ്പ് ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട്, ഒന്നും അറിയാതെ ഇങ്ങനെ ഭിത്തിയിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ എന്താ സുഖം. ചിരിച്ചോ. ഇതിനകത്ത് പയറ് പോലെ ഓടി നടന്നപ്പോൾ കരയാനല്ലേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് ചിരിക്ക്. കർത്താവിൻ്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ശേഷം അയാളുടെ നോട്ടം അതിന് തൊട്ടടുത്തുള്ള ഫോട്ടോയിലേക്ക് വീണു. അത് കണ്ട് ഒരു പരിഹാസച്ചിരിയോടെ അയാൾ അടുക്കളയിലേക്ക് ചെന്നു. പാത്രങ്ങളെല്ലാം കാലിയാണ്. അവിടെയുള്ള ചാക്കെടുത്ത് നോക്കിയപ്പോൾ അടിയിൽ ഏകദേശം ഒരു നേരം വയറ് നിറയ്ക്കാനുള്ള അരിയുണ്ട്. അത് കണ്ട് അയാളുടെ മുഖം തെളിഞ്ഞു. അയാൾ അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. പാതി കത്തിയ വിറകുകൊള്ളികൾ അടുപ്പിൽ വെച്ച് മണ്ണെണ്ണ വിളക്ക് കമിഴ്ത്തി. എന്നാൽ ഒരു തുള്ളി പോലും മണ്ണെണ്ണയില്ല. അയാൾ നിരാശനായി. വിളക്ക് മാറ്റിവെച്ച് ഔസേപ്പ് മറ്റൊരു മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ കൊതുകുവല കെട്ടിയിട്ടുണ്ട്. പൂച്ചകളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രം ഭിത്തിയിൽ വെട്ടിയൊട്ടിച്ചിരിക്കുന്നു. അയാൾ കട്ടിലിനടിയിൽ നിന്നും ഒരു ഇരുമ്പ് പെട്ടി വലിച്ചെടുത്ത് തുറന്നു. ഉള്ളിൽ നിറയെ പുസ്തകങ്ങളാണ്. MBBSന് പഠിക്കുന്ന കട്ടിയുള്ള പുസ്തകങ്ങൾ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ശബ്ദം, എനിക്കിനി പഠിക്കണ്ട. അത് കേട്ട് ഔസേപ്പ് കട്ടിലിലേക്ക് നോക്കി. അവിടെ കട്ടിലിൽ കൊതുകു വലയ്ക്കുള്ളിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. പെൺകുട്ടി, പപ്പയും അമ്മയും സ്നേഹിച്ചല്ലേ കെട്ടിയത്? അത് ചോദിക്കുമ്പോൾ എന്താ ഉത്തരമില്ലാത്തത്? അത് വകവയ്ക്കാതെ ഔസേപ്പ് ആ പെട്ടിയും ചുമന്നുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പെൺകുട്ടി ഉറക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആകണമെന്ന്. എല്ലാം നിങ്ങളുടെ ഇഷ്ടമല്ലേ? എൻ്റെ ലൈഫിൻ്റെ കാര്യമെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് നടക്കണം. ഔസേപ്പ് മുറിക്ക് വെളിയിലിറങ്ങി. അപ്പോൾ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അല്പം ദേഷ്യത്തോടെ,
അവസാനം ഞാൻ ഇറങ്ങിപ്പോയാൽ നിങ്ങൾ നരകിക്കും, നോക്കിക്കോ. അത് പറഞ്ഞതും ഔസേപ്പ് ആ മുറിയുടെ വാതിലടച്ച് പൂട്ടി. ശേഷം അടുക്കളയിലേക്ക് ചെന്ന് പെട്ടിയിലെ പുസ്തകങ്ങൾ നിലത്ത് കമിഴ്ത്തി. അതിൽ നിന്നും ഓരോ പുസ്തകങ്ങളെടുത്ത് താളുകൾ വലിച്ചു കീറി അടുപ്പിലിട്ട് കത്തിച്ചു. താളുകൾ അടുപ്പിലേക്ക് കുത്തി നിറച്ച് കത്തുമ്പോൾ നോട്ടുകെട്ടുകൾ കത്തുന്നത് പോലെയാണ് അയാൾക്ക് തോന്നുന്നത്. അത് നോക്കി നിൽക്കാനാകാത്ത മട്ടിൽ അയാൾ കലത്തിൽ വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ചു. ചാക്കിൽ നിന്നും അവശേഷിക്കുന്ന അരിയെടുത്ത് നന്നായി കഴുകി. അത് ചെയ്യുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്, ഉള്ളിലെ വിഷമം സഹിക്കാനാകാത്തതുപോലെ. അയാൾ അതവിടെ വെച്ച് മറ്റൊരു മുറിയിലേക്ക് കയറി. അത് അയാൾ കിടക്കുന്ന മുറിയാണ്. അയാൾ തലയണ പൊക്കി മാറ്റി അതിനടിയിലിരിക്കുന്ന ചെറിയൊരു കുപ്പി എടുത്ത് പുറത്തേക്കിറങ്ങി. ഇപ്പോൾ ആരോ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാം. അയാൾ തിരിഞ്ഞു നോക്കി. അവിടെ കട്ടിലിൽ ത്രേസ്യ ശ്വാസമെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ട് മരണവെപ്രാളം കൊള്ളുകയാണ്. ത്രേസ്യ കൈകൊണ്ട് സ്വന്തം നെഞ്ചിൽ വേദനിക്കുന്നത് പോലെ അമർത്തി പിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ത്രേസ്യ വ്യക്തമാകാത്ത രീതിയിൽ, മോള് പോയി, അവൾ നമ്മളെ വിട്ട് പോയി. അത് ശ്രദ്ധിക്കാതെ ഔസേപ്പ് അടുക്കളയിലേക്ക് ചെന്നു. ഒന്നും ആലോചിക്കാതെ അയാൾ കുപ്പിയിലെ ദ്രാവകം മുഴുവൻ കലത്തിലേക്ക് കമിഴ്ത്തി. ശേഷം കഴുകി വെച്ച അരിയിട്ട് കലം മൂടി. അടുപ്പിലെ നോട്ടുകെട്ടുകൾ നന്നായി കത്തുന്നുണ്ട്. ഇനി വേണ്ടത് കറിയാണ്. കറിക്കായി ഒരു സാധനവും അവിടെ കാണുന്നില്ല. അയാൾ അവിടെ കിടക്കുന്ന ഒരു ഷർട്ട് എടുത്തിട്ട് വീടിന് വെളിയിലേക്ക് നടക്കുന്നു. എക്സ്റ്റീരിയർ വഴി പകൽ. ഔസേപ്പ് വഴിയിലൂടെ നടക്കുകയാണ്. നടന്ന് അയാൾ ചെറിയൊരു തോടിന് കുറുകെയുള്ള ചെറിയ പാലത്തിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയതും അയാൾ അസ്വസ്ഥനായി. എങ്കിലും അത് വകവയ്ക്കാതെ അയാൾ പാലത്തിലൂടെ നടന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം, നിങ്ങൾ എത്ര നാൾ അവളെ വീട്ടിൽ പൂട്ടിയിടും? അത് കേട്ട് ഒന്ന് നിന്നെങ്കിലും അയാൾ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നുപോയി. അവിടെ പാലത്തിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ബൈക്കിനടുത്ത് നിൽക്കുന്നു. അവനെ വകവയ്ക്കാതെ ഔസേപ്പ് നേരെ നടന്നു. ചെറുപ്പക്കാരൻ, ഞങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. ആരെതിർത്താലും ഒരുമിച്ച് ജീവിക്കാനുള്ള നിയമമൊക്കെ ദൈവം സഹായിച്ച് ഈ നാട്ടിലുണ്ട്. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ കവല. കുറച്ച് സമയത്തിന് ശേഷം കവലയിൽ അയാൾ ഒരു മീൻ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്നു. നാട്ടുകാർ പലരും ഔസേപ്പിനെ സാധാരണയിൽ നിന്ന് വിപരീതമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഔസേപ്പ് ഏറ്റവും വലിയ മീനിലേക്ക് നോക്കി. ഔസേപ്പ്, ഇതിനെത്രയാ വില? അപ്പോൾ മീൻകാരൻ, എത്രയാണെങ്കിലും കയ്യിൽ കാശുണ്ടോ? അപ്പോൾ ഔസേപ്പ്, കാശ് ഞാൻ നാളെ തരാം. അപ്പോൾ മീൻകാരൻ, ഏത് നാളെ? അത് കേട്ട് ഔസേപ്പ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മീൻകാരൻ, ഇത് നെയ്മീനാ. പറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ ആൾ വരും. ഇപ്പോൾ കാലത്ത് തന്നെ നഷ്ടക്കച്ചവടത്തിന് ഞാനില്ല. വേണമെങ്കിൽ ഇതാ ഈ കൊഴുവ കൊണ്ടുപോയിക്കോ. കുറേശ്ശെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മുളകും വെളുത്തുള്ളിയും കൂട്ടിയിട്ട് കറി വെച്ചാൽ വയറ് കറിച്ച് ചോറിനാം. അതെങ്കിലും നടക്കട്ടെ. ഔസേപ്പിൻ്റെ മുഖം തെളിഞ്ഞു. മീൻകാരൻ ആ മീൻ കൂട്ടിലിട്ട് കൊടുത്തു. മീൻകാരൻ, ഊണും കഴിച്ച് കിടന്നുറങ്ങാതെ നാളത്തേക്ക് കാശൊപ്പിക്കാൻ നോക്ക്. ഇന്ന് കടക്കാർ വീട്ടുമുറ്റത്ത് ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോയതേ ഉള്ളൂ. നാളെ അവർ വീട്ടിലിട്ട് കത്തിക്കും തന്നെ. ഔസേപ്പ് ഒന്നും പറയാതെ മീനുമായി അവിടെ നിന്നും പോയി. അപ്പോൾ ഷാജി മീൻകാരൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ഈ ഔസേപ്പിൻ്റെ അയൽവക്കക്കാരൻ. ഷാജി, നിനക്ക് എത്ര പണി കിട്ടിയാലും മനസ്സിലാവില്ലേ, ഈ ഔസേപ്പ് മീൻ വാങ്ങിയ കൂട്ടത്തിൽ മാത്രം നിനക്കെത്ര തരാനുണ്ട്? അപ്പോൾ മീൻകാരൻ, ഷാജി, കാര്യം അയാൾ എന്നെയും പറ്റിച്ചിട്ടുണ്ടെങ്കിലും തീറ്റയ്ക്ക് കണക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ലടോ. ഒരു തരത്തിൽ അയാളുടെ അവസ്ഥ നോക്കിയാലും കഷ്ടം തന്നെയല്ലേ. മോളെ പഠിപ്പിക്കാൻ വാങ്ങിക്കൂട്ടിയ കടമല്ലേ. അപ്പോൾ ഷാജി, അതുകൊണ്ട് അയാൾക്ക് ആ പുരയിടം ഇരിക്കുന്ന 10-30 സെൻറ്റ് സ്ഥലമില്ലേ, പറ്റുന്ന പോലെ 4 വാഴത്തൈയെങ്കിലും അവിടെ വെച്ച് പിടിപ്പിക്കാൻ പാടില്ലേ? ചെയ്യില്ല. അയാൾ പാവമല്ല, മടിയനാ, കുഴിമടിയൻ. അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഔസേപ്പിൻ്റെ വീട്. ഔസേപ്പ് മീനുമായി വീടിനകത്തേക്ക് കയറി. വാതിലടച്ച് തിരിഞ്ഞതും നോട്ടം ചെന്നത് ത്രേസ്യയുടെ ഫോട്ടോയിലേക്കാണ്. ആ മുഖത്ത് ഇപ്പോൾ പുഞ്ചിരിക്ക് പകരം ദേഷ്യമാണ്. അത് കണ്ട് ഔസേപ്പിൻ്റെയും മുഖം മാറി. അപ്പോൾ ഔസേപ്പ് ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട്, മുഖം വീർപ്പിക്കണ്ട, ഇത് അവസാനത്തെയാണ്. ഇനിയൊരു കടം വാങ്ങാനില്ല. അവസാനത്തെ അവധി നാളെ, അവസാനത്തെ കടം ഇന്ന്. അയാൾ മീനുമായി അടുക്കളയിലേക്ക് ചെന്നു. മീൻ കഴുകാനായി പാത്രത്തിലിട്ടതും അകത്തു നിന്നും ത്രേസ്യയുടെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. കരച്ചിൽ നിൽക്കുന്നേയില്ല. ഒടുവിൽ അത് സഹിക്കാൻ കഴിയാതെ അയാൾ താൻ വാങ്ങിയ മീൻ വീടിൻ്റെ പിൻഭാഗത്തെ പറമ്പിലേക്ക് എറിഞ്ഞു. കൊഴുവ മീനുകൾ പറമ്പിൻ്റെ പലയിടത്തേക്കായി ചെതറി വീഴുന്നത് കാണിക്കുന്നു. അതേസമയം അകത്തു നിന്നും കരച്ചിലും നിന്നു. ഔസേപ്പ് കഞ്ഞിയുടെ വേവ് നോക്കി. നോട്ടുകൾ നന്നായി കത്തിയതുകൊണ്ട് ചോറ് കുറച്ചധികം വെന്തുപോയി. കുറച്ച് ഉപ്പിട്ട് കറിയൊന്നുമില്ലാതെ കഞ്ഞിക്കലത്തോടുകൂടി അയാൾ എടുത്തുകൊണ്ട് പോയി ത്രേസ്യയുടെ ഫോട്ടോയുടെ താഴെ നിലത്തിരുന്നു. എന്നിട്ട് ഔസേപ്പ് ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട്, ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട. ആവി പറക്കുന്ന ചൂടൻ കഞ്ഞി അയാൾ ചൂട് വകവയ്ക്കാതെ ആർത്തിയോടെ കുടിച്ചു.
അത് കണ്ട് ത്രേസ്യയുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വീണ്ടും വരുന്നു. കഞ്ഞി മുഴുവനും കുടിച്ച് അയാൾ കലം കഴുകി. ശേഷം മയങ്ങാനായി മുറിയിലേക്ക് നടന്നു. അവിടെ ഒരു പെൺകുട്ടി സീലിംഗ് ഫാനിൽ തൂങ്ങിയാടുന്നുണ്ട്, മുൻപ് കണ്ട അതേ പെൺകുട്ടി. എന്നാൽ അത് കണ്ടിട്ടില്ലെന്ന ഭാവം നടിക്കാതെ ഒരു പ്രശ്നവുമില്ലാതെ അയാളുടെ മുറിയിൽ കയറി വാതിലടച്ചു. കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്ന് മയങ്ങാൻ ആരംഭിച്ചു. വല്ലാത്തൊരു സന്തോഷം ആ മുഖത്ത് വ്യക്തമാണ്. അയാൾ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. മുഴുവൻ ഇരുട്ടാവുന്നു. ആകെ ഇരുട്ടാണ്. കൂർക്കം വലിയുടെ ഒപ്പം ഒരു കൂട്ടം നായകൾ കുരയ്ക്കുന്ന ശബ്ദവും ഓരിയിടലുകളും ദൂരെ നിന്ന് അടുത്തേക്ക് വരുന്ന രീതിയിൽ കേൾക്കാം. ഇൻറ്റീരിയർ ഔസേപ്പിൻ്റെ വീട്. പെട്ടെന്ന് കൂർക്കം വലി നിന്ന് ഔസേപ്പ് ചാടി എണീറ്റു. നേരം വെളുത്തിട്ടില്ല, പുലർച്ചെയാണ് സമയം. അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ നിന്നും ഒരു കൂട്ടം ആളുകൾ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അയാളുടെ വീട് ലക്ഷ്യമാക്കി വരുന്നുണ്ട്. അയാൾ ക്ലോക്കിൽ സമയം നോക്കി. സമയം പുലർച്ചെ 4:30. അപ്പോൾ ഔസേപ്പ് സ്വയം നേരം വെളുക്കുന്നതിന് മുമ്പേ എഴുന്നള്ളും പട്ടിക്കൂട്ടങ്ങൾ. അയാൾ മേശയിൽ നിന്നും ഒരു ടോർച്ച് എടുത്തു. മുറിക്ക് പുറത്തിറങ്ങി അവിടെയുള്ള ഫോട്ടോയിലേക്ക് ടോർച്ചടിച്ചു. ത്രേസ്യ ഇപ്പോൾ നന്നായി ചിരിച്ചുകൊണ്ടാണ് നോക്കുന്നത്. തൊട്ടടുത്ത ഫോട്ടോയിൽ കൃഷ്ണനെയും ക്രിസ്തുവിനെയും അള്ളാഹുവിനെയും ഒരുമിച്ച് വെച്ചിരിക്കുന്ന ചിത്രം കണ്ട് അയാൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. ദൂരെ നിന്ന് ശബ്ദം അടുത്തേക്ക് വരുന്നുണ്ട്. അയാൾ വീടിൻ്റെ അടുക്കള ഭാഗത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എക്സ്റ്റീരിയർ പിൻഭാഗത്തെ പറമ്പ് വെളുപ്പിന്. ആകെ ഇരുട്ടാണ്. ഔസേപ്പ് ടോർച്ച് അടിച്ചുകൊണ്ട് പറമ്പിലൂടെ കടക്കാരുടെ കണ്ണിൽപ്പെടാതെ ഓടി. എന്നാൽ ഓട്ടത്തിനിടെ ഇടയ്ക്ക് കാലെന്തിലോ തട്ടി അയാൾ വീണു. തെറിച്ചു വീണ ടോർച്ച് എടുത്ത് വീണ്ടും തെളിച്ചു. ദേഹമാസകലം ചെളിയാണ്. അയാൾ ഓടാനായി പിടിച്ചെണീറ്റു. തൊട്ടടുത്ത നിമിഷം മുന്നിൽ കണ്ട കാഴ്ച കണ്ട അയാളുടെ മുഖം പ്രസാദിച്ചു. കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് വട്ടത്തിലാകുന്നു. കാരണം നെൽപ്പാടം പോലെയുള്ള അരയ്ക്കൊപ്പം ഉയരമുള്ള വലിയൊരു തോട്ടമാണ് അയാളുടെ പറമ്പിപ്പോൾ. മുൻപ് കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു തരം വിള. അയാൾ സൂക്ഷ്മതയോടെ ടോർച്ചടിച്ചു. അപ്പോഴതാ തോട്ടം നിറയെ മീനുകൾ കായ്ച്ചിരിക്കുന്നു. അയാൾ സന്തോഷത്തോടെ തോട്ടത്തിന് നടുവിൽ തലയുയർത്തി നിവർന്നു നിന്നു. കടം മുഴുവൻ ഇനി ഞാൻ വീട്ടും എന്ന സന്തോഷത്തോടെ അയാൾ ടോർച്ച് മുകളിലേക്ക് എറിഞ്ഞു. ഉയർന്നു പൊങ്ങിയ ടോർച്ച് മീൻതോട്ടത്തിൻ്റെ ഇടയിൽ എവിടെയോ വന്ന് വീഴുമ്പോൾ വെളിച്ചമണയുന്നു. ആകെ ഇരുട്ടാവുന്നു, നിശബ്ദമാവുന്നു. ഇവിടെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അങ്ങനെ തിരക്കഥ അവസാനിക്കുന്നു. അപ്പോൾ ഈ തിരക്കഥ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോകളും മുമ്പത്തെ വീഡിയോകളും കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വേറൊരു തിരക്കഥയുമായിട്ട് വീണ്ടും വരാം.